പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം പറയാറുണ്ട്: പ്രാർത്ഥന ദൈവത്തെ കാണുവാനുള്ള കണ്ണുകളാണ്. വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ണിയ യേശു തൻ്റെ കരങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആ യേശു വഹിക്കുവാനുള്ള സൗഭാഗ്യം വിശുദ്ധ അന്തോനീസിന് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കരുണയുടെ ഈശോയെ മുഖാമുഖം കാണുകയാണ്. എന്തിനേറെ ആ ഈശോയുമായി അവൾ സംസാരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മർഗരീത്ത മറിയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുഹൃദയ നാഥനെ കാണുകയാണ്. തിരുഹൃദയനാഥനുമായി സംസാരിക്കുകയാണ്. ആഴമായിട്ടുള്ള സ്നേഹബന്ധം സ്ഥാപിക്കുകയാണ്. പ്രാർത്ഥന ദൈവത്തെ കാണുവാനുള്ള കണ്ണുകളാണ്. ഈ തപസ് കാലത്തിൽ ഈ കണ്ണുകൾ സ്വന്തമാക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവസന്നിധിയിൽ ഹൃദയമുയർത്താം.